സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഓർമ്മകൾ അയവിറക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്നുള്ളത് അനന്തപുരത്താണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്ഥലം, ഈ ഒരു പ്ലേസ്, ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഭയങ്കര നൊസ്റ്റാളജിയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് നാട്ടിൽ തന്നെ. ഞായറാഴ്ച തന്നെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഏകദേശം 4 മണി 4:30 മണിയാകുമ്പോൾ ഇവിടെ വന്നിരിക്കും. ചായ കുടിക്കല്, അതിൻ്റെയൊക്കെ പഴംപൊരി, ഗോളി ബജ, പിന്നെ ചക്കിളി, അച്ചപ്പോ ഇതെല്ലാം കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖമുണ്ട്, വേറെ തന്നെ ഒരു വൈബാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇത് നമ്മുടെ കാസർഗോഡിൽ ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുന്നതാണ്. പക്ഷെ അതൊന്നുമില്ല, അതിൽ പോയി എല്ലാം മാഞ്ഞു പോയല്ലോ. ആ ഓർമ്മകളും എല്ലാം ഇവിടെ വരുമ്പോ ഒന്നുമില്ല. ഇപ്പൊ എല്ലാം നോക്കുമ്പോൾ ചുറ്റും വലിയ വലിയ ഫാക്ടറികൾ ഒക്കെ ആയിട്ടാണ് വരുന്നുള്ള. ആ ഓർമ്മകളെല്ലാം ഈ ഒരു സ്ഥലം പിന്നെ ജംഷി ഓർമ്മ ഉണ്ടാവും. ഞങ്ങൊരു ഷോർട്ട് വീഡിയോ തുടങ്ങിന് ഇടുന്ന, പക്ഷെ അത് പൂർത്തിയായിട്ടില്ല, ഫുള്ളായിട്ടില്ല. ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യവും സ്റ്റോറിയെല്ലാം ഈടുന്നാണ് ഉണ്ടായത്. ഈട് തന്നെയാണല്ലോ എടുത്തത്. അത് തേച്ചായിട്ടില്ല. ജംഷിക്ക് ഓർമ്മ ഉണ്ടാവും, ഈ വീഡിയോ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും. ഈടുന്ന് എങ്ങനെ പിന്നെ ജംഷ് രണ്ടാള് ഫേസ് ടു ഫേസ് നിൽക്കുന്ന അന്നത്തെ ഒരു ഡയലോഗും കാര്യമെല്ലാം ഇടുന്നതിന് സംഭവം എന്തായെന്ന് വെച്ചാല്, വീഡിയോ എടുത്ത് പകുതി കത്തുമ്പോ മയെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ മഴ. അങ്ങനെ ആ ഷോർട്ട് വീഡിയോ അതോടെ പിന്നെ ഓർമ്മയായി. എല്ലാ ഓർമ്മകൾ ഇറക്കുന്ന സ്ഥലം തന്നെ ഇത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ജംഷി സൗദിയിലുള്ള പിന്നെ ആ ഓർമ്മ. അന്ന് ഞങ്ങൾ എത്ര ആള്, 5-6 ആളാന്നുണ്ടായി. പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റ്, അതിലൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ തോന്നി. പക്ഷെ പൂർത്തിയാകാണ്ട് മഴ വന്ന് പിന്നെ രണ്ടാമത് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോ ആകെ മാറി സ്ഥലം. ഇവിടൊന്നും ഫാക്ടറി ഒന്നും ഉണ്ടായി. കാലി ആ ഒരു വ്യൂ പോയിന്റ് മാത്രം ഉണ്ടായിരുന്ന. ഷിയാബിന്റെ വണ്ടി ഇറങ്ങിയ സമയത്ത്, കാർ ഇറങ്ങിയ സമയത്താണ് ഞാൻ ചിക്കൻ ബറ പിന്നെ കുബൂസ് ഇതെല്ലാം വീട്ടിലുണ്ടാക്കിയിട്ട് വന്നിട്ട് ഒരു വൈകുന്നേരം ഇവിടെ ആ ഒരു പ്ലേസിലാണ് കഴിച്ചത്. പക്ഷെ ഇന്ന് മാറിയത്. ഇന്ന് ഫാക്ടറിയും കാര്യങ്ങളായിട്ട് ആ ഒരു വ്യൂ പോയിന്റേ പോയി, ആ ഒരു വൈബേ പോയി. ഈ ഒരു സ്ഥലം, ഗേറ്റ്, ഈ സ്റ്റാച്ചു ഒക്കെ കാണുമ്പോൾ 2004-2005 കാലഘട്ടങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞിരുന്നവർ കല്യാണത്തിന്റെ ഔട്ട്ഡോർ എടുത്തിരുന്നത് ഇതിനകത്താണ്. പുതിയാപ്പിളയും പുതിനാട്ടിലും വന്നിട്ട് ഔട്ട്ഡോർ എടുത്തുന്നത് ഇതിനകത്താണ്. ആ സമയത്ത് ഇതിനകത്ത് കയറാണെന്നെ ഭയങ്കര ആഗ്രഹം. ക്യാമറാമാനും കൂടെ വരുന്ന പുതിനാട്ടി അതിൻ്റെ ഒക്കെ വരുന്ന 2-3 ആൾക്കേ ഇതിനുള്ളിൽ പ്രവേശനമുള്ളൂ. ബാക്കി ആർക്കും ഇല്ല. അങ്ങനത്തെ പ്ലേസ് ആയിരുന്നു ഇത്. ഔട്ട്ഡോറിന് വേണ്ടി ഇത് മാത്രമായിട്ടുള്ള ഒരു പ്ലേസ്. ഇന്ന് ഇതെല്ലാം പോയി, ആ ഒരു ഓർമ്മയും പോയി, എല്ലാം പോയി. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം. ഇതൊരു വീടാണ്, പഴയ ഒരു വീട്. ഇത് ഇങ്ങനെ കെട്ടിയതായിട്ടാണ് ഞങ്ങൾക്ക് കറക്റ്റിൻ്റെ ഹിസ്റ്ററി ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇവിടെ എത്രയോ ഫിലിം ഷൂട്ടിങ് നടന്നതിന്, അതുപോലെ തന്നെ കല്യാണ ഔട്ട്ഡോറിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഈ സ്ഥലമെല്ലാം കംപ്ലീറ്റ് മാറി.
ഈ ഇവിടുത്തെ ഓർമ്മ എന്ന് വെച്ചാല് ഞാൻ പള്ളിക്കറി ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് നമ്മളെ ചങ്ങായിമാരൊക്കെ വന്ന് കഴിച്ച ഒരു സ്ഥലമാണ് ഇത്. പള്ളിക്കറി വീട്ടിലുണ്ടാക്കി അന്നത്തെ പൊറോട്ട നെയ്ച്ചോറും വീട്ടിലുണ്ടാക്കിയതാണ്. പൊറോട്ട വാങ്ങി നെയ്ച്ചോറെല്ലാം കൊണ്ടുവന്നിട്ട് കഴിച്ചത് ഇടാം. അപ്പൊ ഇതൊന്നുമില്ല. അപ്പൊ ഇവിടെ നല്ല വിശാലമായിട്ട് ദൂരെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടെത്താൻ ഞങ്ങൾ ശേഷം ഒരു 2 മണി 3 മണി സമയത്താണ് ഇവിടെ വന്നത്. അന്നത്തെ ഇവിടുന്ന് വൈകുന്നേരം 6 മണി 7 മണിയാണ് ഇവിടുന്ന് പോകുമ്പോൾ. കഥ പറഞ്ഞ് താഴെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, ആടുന്ന് പോയിട്ട് ചായ എല്ലാം കൊണ്ടുവന്നിട്ട് കുടിച്ചിട്ട് അങ്ങനെ പിന്നെ വൈബ് എടുത്തിരുന്ന സ്ഥലമാണ്. ഇന്ന് മാറി. ഇന്നെല്ലാം ഫാക്ടറി, വലിയ വലിയ ഫാക്ടറികളാണ് വന്നിട്ടുള്ള ആ ഒരു. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അനന്തപുരത്തെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ വീഡിയോക്ക് താഴെ നിർബന്ധമായി കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.